ശബരിമല സംഘടിത കൊള്ളയിൽ പ്രതികൾ പറഞ്ഞത് പച്ചക്കള്ളം എന്ന് വ്യക്തമാക്കുകയാണ്. കാരണം BSSCയുടെ അന്തിമ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് 989 ഗ്രാം സ്വർണ്ണമല്ല, അതിനപ്പുറത്തേക്ക് സ്വർണം ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഒപ്പം കടകംപള്ളി സുരേന്ദ്രന് പോറ്റിയുമായുള്ള അഭേദ്യമായ ബന്ധം ഒരിക്കൽ കൂടി വ്യക്തമാകുന്ന രീതിയിലുള്ള ധാരാളം ചിത്രങ്ങൾ കൂടി ഈ മണിക്കൂറിൽ പുറത്തു വരികയാണ്. ഈ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിനീഷ് തിരുവനന്തപുരത്ത് നിന്നും തുടരുകയാണ്. വിനീഷ്, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി അടുത്തിടെ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം, ഇതിൽ ഒരാളെയും ഒരു കുറ്റക്കാരനെയും വെറുതെ വിടില്ല, അത് കോടതി നൽകുന്ന ഒരു ഉറപ്പാണ് എന്ന രീതിയിലുള്ള പ്രതികരണം വന്നിരുന്നു. കാരണം CBI അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഈ ഒരു പരാമർശം ഉണ്ടായത്. മാത്രമല്ല പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികളെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ കൂടി. അപ്പോൾ ഇത്തരമൊരു പശ്ചാത്തലത്തിലാണല്ലോ നാളെ ഈ BSSCയുടെ വളരെ നിർണായകമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് എത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ കോടതിയുടെ നിലപാട്, അല്ലെങ്കിൽ കോടതി അത്തരത്തിലുള്ള നിലപാടുകൾ പരസ്യമായി തന്നെ പറയുമ്പോഴും പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പല ഘട്ടങ്ങളിലും CPMൻ്റെ തന്നെ ഉന്നത നേതാക്കളെ ചോദ്യം ചെയ്യുന്നതിൽ പോലും അന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷണ സംഘം വലിയ വീഴ്ച നടത്തി. ആ വീഴ്ചകളെ പല ഘട്ടങ്ങളിലും കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായി. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഈ കുറ്റവാളികളുടെ ഭാഗത്തു നിന്ന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം 989 ഗ്രാം സ്വർണം മാത്രമാണ് ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടതെന്ന് അന്വേഷണ സംഘം തന്നെ പറയുന്ന ഒരു സാഹചര്യം. അതിനുശേഷം അത് കോടതിയിൽ തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിനുശേഷം പരിശോധനാ ഫലം, BSSCയുടെ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കിലോ കണക്കിന് സ്വർണം, അത് എത്ര കിലോ എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നില്ലെങ്കിൽ പോലും കൃത്യമായി കിലോ കണക്കിന് സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിവരമാണ് പരിശോധനാ ഫല റിപ്പോർട്ടായി ഇപ്പോൾ പുറത്തു വരുന്നത്. ആ റിപ്പോർട്ട് SITക്ക് ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ SITയെ കുഴപ്പിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് 989 ഗ്രാം സ്വർണത്തിൽ കൂടുതൽ ഉള്ള സ്വർണം, കിലോ കണക്കിന് സ്വർണം നഷ്ടപ്പെട്ടു എന്ന് രാസപരിശോധന റിപ്പോർട്ട്, അല്ലെങ്കിൽ പരിശോധന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആ പരിശോധനാ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവുമായി ഇനി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 4 മാസമായി ഈ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് കൂടുതൽ സ്വർണം കളവ് പോയി എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം എത്താത്തത് എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അതേസമയം തന്നെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ പ്രസിഡന്റ് A. പത്മകുമാർ, ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്ത് ചിലരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്കൊക്കെ പോയി. ആ ഘട്ടങ്ങളിൽ പോലും അന്വേഷണ സംഘം ഏറ്റവും രഹസ്യാത്മകമായാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോയത്. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം MP ആയിട്ടുള്ള അടൂർ പ്രകാശിനെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അത് കോടതിയെ ധരിപ്പിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നു എന്നത് വസ്തുതയാണ്. അതേസമയം തന്നെ ചില അന്വേഷണങ്ങൾ എത്തുന്ന സമയത്ത്, ചില നേതാക്കൾക്കെതിരെ അന്വേഷണം നീങ്ങുന്ന സമയത്ത് അവിടെയൊക്കെ തന്നെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിൽ അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുന്നു. അവർക്കൊക്കെ സംരക്ഷണം ഒരുക്കുന്ന തരത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ അന്വേഷണ സംഘം ഇഴയുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഏറ്റവും പ്രധാന തെളിവായി ഇപ്പോൾ BSSCയുടെ പരിശോധനാ ഫല റിപ്പോർട്ട് വരുന്നത്. ആ പരിശോധനാ ഫല റിപ്പോർട്ടിലും ഇതുവരെയും അന്വേഷണ സംഘം കണ്ടെത്തിയ 989 ഗ്രാം സ്വർണമെന്ന അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ അത് തെറ്റാണെന്ന് തെളിയിക്കുകയാണ്, അല്ലെങ്കിൽ തെറ്റാണെന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെ കോടതിയുടെ മുന്നിൽ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അന്വേഷണം പ്രഹസനമായാണോ ഇത്രയും കാലം നടന്നത് എന്ന ചോദ്യം, അല്ലെങ്കിൽ BJP പല ഘട്ടങ്ങളിലും ഉന്നയിച്ചത് സർക്കാരിൻ്റെ സ്വാധീനം ഈ അന്വേഷണ സംഘത്തിന് മേൽ ഉണ്ട് എന്ന തരത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി BJPയുടെ ഉന്നത നേതാക്കൾ V. മുരളീധരൻ അടക്കമുള്ളവർ പല ഘട്ടങ്ങളിലും, K. സുരേന്ദ്രൻ അടക്കമുള്ളവർ പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ഇതൊന്നും മുഖവിലയ്ക്കെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവർ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് ശരിയാണ് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, കാരണം അന്വേഷണ സംഘം ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരിശോധനാ മറ്റൊരു വിഷയം കൂടി ഉള്ളത്, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് UDFന്റെ കൺവീനറും ആറ്റിങ്ങൽ MP യുമായ അടൂർ പ്രകാശിനെ കൂടി SIT ചോദ്യം ചെയ്തത്. അങ്ങനെയൊരു
വിഷയം കൂടി ഇതിൽ നമ്മൾ എടുത്തു കാണേണ്ടതാണല്ലോ. കാരണം ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ജയിലിലേക്ക് പോയത് പ്രതിപട്ടികയിലുണ്ടായിരുന്നത് CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട മുഖങ്ങളായിരുന്നു, മുൻ MLA-മാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ. പക്ഷേ ഇപ്പോൾ ഇതാ UDF കൺവീനർ കൂടി SIT-യുടെ ചോദ്യമുനയിലേക്ക് എത്തി. SIT അന്വേഷണം അത്